മീഷോ സപ്ലയർ ആപ്ലിക്കേഷനകത്ത് ഫസ്റ്റത്തെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ലേബിൾ ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പാക്കേജിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻറ്റിമേഷൻ വരും ത്രൂ കോൾ. നിങ്ങൾ വേഗം ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക, മീഷോ ആപ്ലിക്കേഷനകത്തോട്ട് പോവുക. അതിനകത്ത് പെൻഡിങ് ഓർഡേഴ്സായിട്ട് അലേർട്ടായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേബിൾ ഡൗൺലോഡിംഗ് ആണ്. ലേബിൾ ഡൗൺലോഡിങ്ങിന് മുൻപായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അന്നേ ദിവസം തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ലേബിൾ ഡൗൺലോഡ് ചെയ്യുക. ബിഫോർ 11 o'clock, അതായത് 11 മണിക്ക് മുൻപാണ് നിങ്ങൾ ലേബിൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അന്നേ ദിവസം തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ വന്ന് നിൽക്കും. പക്ഷേ 11 മണിക്ക് ശേഷമാണ് നിങ്ങൾ ലേബിൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാൻ ആൾ വരുന്നത്. എന്താണ് ലേബിൾ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന സാധനമായിരിക്കും. കസ്റ്റമർ ഡീറ്റെയിൽസും ബാർകോഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇത് നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൻ്റെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ബാർകോഡ് കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ പോളിത്തീൻ കവർ അകത്തോട്ടിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കണം. ഈ പോളിത്തീൻ കവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് നിങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഈ കാണുന്ന പോളിത്തീൻ കവറായിരിക്കണം. ലേബിൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മീഷോ ആപ്ലിക്കേഷനകത്ത് കിടന്ന് പരകിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഫോണിലെ മൈ ഫയൽസിനകത്ത് പോവുക. റീസെൻറ്റ് ഡൗൺലോഡ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു PDF ഫയലായിട്ട് അതിനകത്ത് കിടക്കും. അപ്പോൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന സ്റ്റെപ്പിലാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനിഫെസ്റ്റ് ലിസ്റ്റ്. 2 പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 2 പേപ്പേഴ്സും ഡൗൺലോഡ് ചെയ്യുക. ഒന്ന് ആ വ്യക്തി, ആ പിക്കപ്പ് ചെയ്യാൻ വരുന്ന വ്യക്തി റിസീവ്ഡ് എന്ന് എഴുതി നമുക്ക് തരും. മറ്റൊരു പേപ്പർ അവർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു വിന്നിംഗ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം, എങ്ങനെ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്ത വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് നെക്സ്റ്റ്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ഓരോ അറിവും ചെറുതല്ല. അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.